സ്പെഷ്യാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. 22 ദിവസം കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 8000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതിൽ ഒരു 3 പാർട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, അതേപോലെ സെക്കൻഡ് ഫ്ലോർ ആയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ലിയ ബൈറ്റ് എന്നാണ് ഈ വീടിന് പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. കോബിൾ സ്റ്റോണും അതേപോലെ കംപ്ലീറ്റും സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് മുറ്റത്തായിട്ട്. ഗേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇൻഡസ്ട്രിയൽ വർക്കിൽ ബ്ലാക്ക് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. കുറച്ചുകൂടി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എലവേഷൻ്റെ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റൊക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കണ്ടംപററി സ്റ്റൈലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. കൊളോണിയൽ ആ ഒരു രൂപത്തിൽ നമുക്ക് ദൂരത്ത് നിന്നാൽ കണ്ടാൽ തോന്നുകയൊക്കെ ചെയ്യും. ആ ഒരു ഹൈറ്റ് വന്നുകൊണ്ടാണ് കേട്ടോ. അതേപോലെ സിറ്റ് ഔട്ട് സ്പേസ് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് സ്പേസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആയിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? 8000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇത്രയും വലിയ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് വെറും 22 ദിവസം കൊണ്ടാണ്. നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഈ ഒരു ഫേം ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത്. അത് എടുത്തു പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് സ്പേസാണ് വരുന്നത്. ഈ ഒരു രൂപത്തിൽ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഡിഫറെൻറ്റ് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് മെയിൻ ഡോർ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ടൊരു പോർഷൻ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത്. ഈ മെയിൻ ഡോർ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മെയിൻ ഡോർ തന്നെയാണ്. ഒരൊറ്റ പൊളിയിക്കാണ്ട് ആ രൂപത്തിലാണ് ഉള്ളത്. ഈ ഹാൻഡിൽസൊക്കെ ഭയങ്കര കുറേ ഫാൻസ് ഉള്ളൊരു ഹാൻഡിൽസാണ് കേട്ടോ. കുറേ ആൾക്കാർ നമ്മളത് ചോദിച്ചൊക്കെ ചെയ്തിരുന്നു. വ്യൂ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകൾ കാണാം. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സ്റ്റെയർ നൽകിയിട്ടുള്ളത്. സ്റ്റെയറിന് താഴേക്കിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ സ്പേഷ്യസ് ആയിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹാളാണ്. അപ്പോൾ ഇവിടെയായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് ആയിട്ട് ഒരു ഫാമിലി ലിവിങ് ആയിട്ടുള്ള ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ്. അവിടെ ആയിട്ടുണ്ടോ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ ഫ്രെയിം നൽകിയിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് കംപ്ലീറ്റ് ഒരു ബീജല്ല, വൈറ്റ് കളറിലാണ് കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോഫയ്ക്ക് ഒരു ബീജായിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഒക്കെ വുഡ് ആൻഡ് വൈറ്റ് കളറിൽ സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു പാർട്ടീഷനോ കാര്യങ്ങളോ കൂടുതലായിട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു ഏരിയ നോക്കിയാൽ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് 2 ഡിസൈനിലൊരു ഗ്ലാസ്, ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് അല്ല, ചീപ്പായിട്ടുള്ളൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗോൾഡൻ കളറൊക്കെ വന്നുമ്പോൾ ഒന്നും കൂടി ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് വരുന്നത് വിൻഡോസ് ആണ് കേട്ടോ. വിൻഡോസിലൊക്കെ ഷിയർ കാർട്ടനാണ് നൽകിയിട്ടുള്ളത്. കളറൊക്കെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അവിടെ ആയിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ ഡൈനിങ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇതും നല്ല സ്പേഷ്യസ് ആയിക്കൊണ്ട് ഈ ഒരു പാർട്ടീഷൻ മാത്രം വന്നുകൊണ്ടാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ആക്സസ് കിട്ടും വിധത്തിൽ അടിപൊളിയായിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 22 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഒരു 8 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മൈക്കയാണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ. പിന്നെ പാനൽസും കാര്യങ്ങളും PU പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് 2 ഭാഗത്തൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉള്ള രൂപത്തിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ട് ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിന് മുന്നായിട്ട് ഈ വാഷ് ബേസിൻ ഉണ്ടല്ലോ, ഈ ഡൈനിങ് ഏരിയൻ്റെ വാഷ് ബേസിന് അത് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ആയിട്ട് തന്നെയാണ് പ്രെയർ ഹാളും കൊടുത്തിട്ടുള്ളത്. ഉള്ളൊരുക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് വിരിച്ചിട്ടുള്ളത് ഒരു വുഡൻ ടൈലാണ്. വാഷ് ബേസിൻ 2 വാഷ് ബേസിൻ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് പ്രെയർ ഹാൾ വരുന്നത്. പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു വ്യൂ ഇട്ടിട്ടുണ്ട്. ഇത് കിച്ചണാണ് കേട്ടോ. കിച്ചണിക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ അവിടെ നമുക്ക് കിട്ടും. നല്ല സ്പേഷ്യസ് ആയി ചെയ്തുകൊണ്ട് തന്നെ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ കാണാം. അതിന് ശേഷം ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. താഴെയായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. എല്ലാം നല്ല വിശാലതയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറേ ബെഡ്റൂംസ് അങ്ങനെയല്ല, എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട്. ഇപ്പോൾ കിച്ചണുകളുണ്ടോ നല്ല അത്യാവശ്യം വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ടീം ഉണ്ടല്ലോ, ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കും. നിങ്ങൾക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഈ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എത്രയെന്നുള്ളത്. പിന്നെ ഈ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു ലക്ഷറിയസ് ഫീലിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാം WPC ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ക്ലോക്കറി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നോക്കിയാലും സെയിം ആയിട്ട് 2 ഭാഗത്തായിട്ടാണ് വരുന്നത്. സീലിങ്ങിലൊക്കെ സ്പോട്ട് ലൈറ്റുകളും
അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിനീറാണ് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ വരുന്നത്. ഈ ക്യാബിനറ്റുകളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്പേസ് കൊടുത്ത് അവിടെ നല്ല ഡെക്കോർ ഐറ്റംസ് കൊടുക്കുമ്പോൾ ഒരു എലഗൻ്റ് ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വർക്കിംഗ് സ്പേസ് കാണിച്ചു തരാം കേട്ടോ. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് സ്പേസ് നോക്കി കഴിഞ്ഞാൽ ക്യാബിനറ്റുകളൊക്കെ സെയിം ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ PVC മൈക്കയാണ് വരുന്നത്. നല്ലൊരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ടൈലൊക്കെ നോക്കിയാൽ ടൈലിനോട് മാച്ച് ആയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഭാഗത്തൊക്കെ വാളിൽ ടൈല് നൽകിയിട്ടുണ്ട്. ഉടൻ നോബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വെൻറ്റിലേഷന് വേണ്ടി വിൻഡോ നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റുകളൊക്കെ കംപ്ലീറ്റ് ഒരു അടിപൊളി കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാസ്റ്റർ ബെഡ് ഒരു ഡബിൾ ഡോറായിട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് അല്ലെങ്കിൽ സോഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കാണാൻ പറ്റും. നാച്ചുറലായിട്ടുള്ള ലൈറ്റ് മാക്സിമം കിട്ടും. ഇതിലെ വിൻഡോസൊക്കെ ഒരു ഗ്ലാസ് അവിടെ ഗ്രില്ലും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഷിയർ കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല രീതിയിൽ ക്യൂട്ടായിട്ട് തന്നെ കാണാൻ നല്ല എലഗൻ്റ് ലുക്ക് കിട്ടുന്ന സോഫ ഉണ്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോഫി ടേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാർട്ടീഷൻ, അതായത് ബെഡ്റൂം ഇവിടെ റൂം സ്പേസ് ഇവിടെ ആയിട്ട് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു പാർട്ടീഷനും നമ്മൾ താഴെ കണ്ടിട്ടുള്ള സെയിം ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ കണ്ടാലും ഒരു ഫ്രൂട്ടഡ് ഗ്ലാസ് പോലെയൊക്കെ തോന്നിക്കും. പക്ഷേ അതല്ല വരുന്നത്. പിന്നെ വാർഡ്രോബ് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ അപ്പുറത്തുള്ള പോർഷനും ഈ വാർഡ്രോബും എല്ലാം നല്ല ലക്ഷറിയസ് ആണ്, അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽസ്, ഡിസൈൻസ്, കളർ കോമ്പിനേഷൻ, ഈ ടിൻറ്റഡ് ഗ്ലാസ് വരുമ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ എല്ലാം നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ബെഡ് കോട്ട് കിങ് സൈസാണ് നൽകിയിട്ടുള്ളത്. ബാക്കിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ വൈറ്റ് കളർ വരുമ്പോൾ ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോർഷനിലൊക്കെ വിൻഡോസ് നൽകിയുണ്ട്. ഒരു കണ്ടംപററി സ്റ്റൈലുള്ള ആ വിൻഡോ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിൻഡോ മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഈ ബെഡ്റൂമൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത്. മിറർ യൂണിറ്റ് ഇവിടെ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിന് ചേർന്നിട്ടും വലിയൊരു സൈസ് മിറർ നൽകിയിട്ടുണ്ട്. ഷിയർ കർട്ടൻസ് ആണ് ഈ വിൻഡോക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്ലോറിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വുഡിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പോർഷനിൽ മാത്രമായിട്ട് ഇവിടെ ആയിട്ടൊക്കെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ടോയ്ലറ്റാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാം. എന്താ പറയുക, ഹിഡൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡോർ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഈ ഒരു രൂപത്തിലാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ തുറക്കും വിധത്തിൽ ഇങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ടോയ്ലറ്റ്. അതും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഒരു പോർഷനിൽ ബാത്ടബൊക്കെ ബാത്തിങ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടൊരു എൽ ഷേപ്പൊക്കെ രൂപത്തിൽ കംപ്ലീറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാളിലൊക്കെ ആയിട്ട് കേട്ടോ. അടച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാത്റൂം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവില്ല. ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ പറയാനുള്ളത്രത്തോളമാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇതിൻ്റെ എടുത്ത് പറയാൻ പറ്റുന്ന ഭാഗങ്ങൾ ഈ ഒരു ഹെഡ് പോർഷൻ, അതായത് ബെഡ് കോട്ടിൻ്റെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് തോന്നി. നല്ല ഇത് മൈക്കാണ് വരുന്നത്. ഇത് PVC മൈക്കാണ് വരുന്നത്. ഇതൊരു ഗ്ലോസി ഫിനിഷും മാറ്റ് ഫിനിഷും അതേപോലെ സ്ട്രിപ്പുകളായിട്ട് ഒരു ഗോൾഡൻ സ്ട്രിപ്പുകൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പോർഷനിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കിങ് സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. അതേപോലെ തന്നെ വിൻഡോസിനൊക്കെ ഷിയർ കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വാർഡ്രോബ് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഡിസൈൻ ഒരു യുണീക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു പോർഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഹാൻഡിൽസും അതേപോലെ ഡിസൈൻ കംപ്ലീറ്റ് ത്രൂ ഔട്ട് വാൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാത്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ബാത്റൂം. അതിൻ്റെ ഡോറൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാണിച്ചുതരാം. ബാത്റൂം സ്പേഷ്യസ് ആയിക്കൊണ്ടാണ് കേട്ടോ ബാത്റൂമൊക്കെ ചെയ്തിട്ടുള്ളത്. ടൈൽസ് ആയിക്കോട്ടെ, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വാഷ് ബേസിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. മിറർ യൂണിറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ മിറർ നൽകിയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് വിൻഡോ ആണ് വരുന്നത്. വിൻഡോക്ക് ഷിയർ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബെഡ് കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഹെഡ് പോർഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഈ ഒരു ബാക്ക് വാൾ ആയിക്കോട്ടെ, അതൊക്കെ നല്ല രീതിയിൽ സ്ട്രിപ്പ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് വരുന്നുണ്ട്. വാർഡ്രോബിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ കണ്ടിട്ടുള്ള സെയിം മോഡൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫുൾ ഹൈറ്റ്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് ആയിട്ട് ഒരു ഓപ്പൺ സ്പേസ്, ഐ മീൻ ഒരു ടിൻറ്റഡ് ഗ്ലാസ്, പിന്നെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ടോയ്ലറ്റ് കൂടി ഈ ഒരു റൂമിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത്. ഇങ്ങനെ കയറി ഇവിടെ ഈ ഒരു സ്പേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇവിടെ ഭയങ്കര വിശാലമായിട്ട് വെയിലൊക്കെ കംപ്ലീറ്റ് കിട്ടും. ആ ഒരു കർട്ടനൊക്കെ നീക്കിക്കായിട്ടുണ്ടായി. ഇതാണ് സ്റ്റെയർ വരുന്നത്.
സ്റ്റെയർ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ തേർഡ് ഫ്ലോറും വരുന്നുണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ വുഡാണ്, താഴെ കംപ്ലീറ്റ് വുഡ്. ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലക്ഷറീസ് കൊട്ടാരത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു രണ്ട് രീതിയിൽ രണ്ട് ഭാഗത്ത് കൂടി സ്റ്റെയർ കയറാൻ പറ്റുന്ന ആ രൂപത്തിലാണ് കേട്ടോ. നടുവിലായിട്ട് ഈ ഒരു സ്പേസും ലാൻഡിങ് സ്പേസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കയറുന്ന വിധത്തിലാണ് സ്റ്റെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കയറി വന്നാൽ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഏരിയ കാണാം. കംപ്ലീറ്റും ഇവിടെ ഫേർണിച്ചറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഈ വീട്ടിൽ ഇപ്പോൾ കറണ്ട് ഇല്ല, പക്ഷേ കർട്ടനൊക്കെ നീക്കുമെന്ന് പറഞ്ഞാൽ മാക്സിമം നാച്ചുറൽ ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ബാൽക്കണി ഏരിയ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഫേർണിച്ചറും കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. ഇനി ഈ സ്പേസ് ഒക്കെ ഉണ്ടല്ലോ നല്ല വിശാലമായിട്ടുള്ളതാണ്. ബെഡ്റൂം ഈ ഒരു സ്പേസിലായിട്ടും ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ കാണുന്ന ബെഡ്റൂം ഉണ്ടല്ലോ, ഇതിൻ്റെ വാർഡ്രോബൊക്കെ നമുക്ക് സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ രൂപത്തിലാണ് കേട്ടോ. കണ്ടിന്യൂ ചെയ്തിട്ടാണ് എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. ബെഡ് കോട്ടും ഹെഡ് പോർഷനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാലും കളർ കോമ്പിനേഷനും പിന്നെ ഈ ഒരു PVC മൈക്കിൻ്റെ ലാമിനേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കുറേ സ്ഥലത്ത് ഒരുപോലെ സിമിലറായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലൊന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുള്ള ലൈറ്റ്സ് മാത്രം കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ വരുന്നത് കേട്ടോ. നല്ല വലിയ വീടാണ്. അതായത് 8000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടെങ്കിലും 22 ദിവസം കൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞാൽ അത്രക്കും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. AFS അസോസിയേറ്റും ഗ്രീൻ ഷെയ്ഡ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇവരെ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, റിപ്ലൈ തരുന്നതാണ്. അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് കാരണം ഇവിടെ ഏരിയയിലൊന്നും ഫർണിച്ചറും കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ വർക്ക് ആയിക്കോട്ടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു രൂപത്തിൽ ആണ് നമ്മൾ ഹോം ടൂർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായാലും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.